നോട്ട് അസാധുവാക്കലിൽ ഇളവുകൾക്ക് പിന്നാലെ കേന്ദ്ര സർക്കാർ കടുത്ത നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തി. നോട്ടുകൾ മാറാനെത്തുന്നവരുടെ വിരലിൽ തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്ന മഷി പുരട്ടും. അസാധുവായ നോട്ട് തുടർച്ചയായി ഒരാൾ തന്നെ പല ബാങ്കുകളിൽ മാറ്റുന്നത് തടയുന്നതിന് വേണ്ടിയാണിത്. പ്രധാന നഗരങ്ങളിൽ ഇത് നടപ്പാക്കും. കള്ളപ്പണം സാധാരണക്കാരെ ഉപയോഗിച്ച് വെളുപ്പിക്കുന്നതായ സംശയമുണ്ടെന്ന് കേന്ദ്ര സാമ്പത്തികകാര്യ സെക്രട്ടറി ശക്തികാന്ത ദാസ് പറഞ്ഞു. ജൻധൻ അക്കൗണ്ടുകൾ കർശനമായി നിരീക്ഷിക്കും. ക്ഷേത്രങ്ങളിലെ സംഭാവനകൾ ഉടൻ ബാങ്കിൽ നിക്ഷേപിക്കണം. വ്യാജ നോട്ടുകൾ കണ്ടെത്താൻ പ്രത്യേക ദൗത്യസംഘം രൂപീകരിക്കുമെന്നും ശക്തികാന്ത ദാസ് അറിയിച്ചു. To prevent such kind of misuse, it has been decided that government would resort, the branches of banks would take resort to use of indelible ink marks for disbursement of cash. സ്വർണ്ണ വിദേശ കറൻസികളിലുള്ള നിക്ഷേപങ്ങൾ കേന്ദ്ര ഏജൻസികൾ നിരീക്ഷിച്ചു തുടങ്ങി. അതേസമയം ഒരു ദിവസത്തെ അവധിക്ക് ശേഷം ഉത്തരേന്ത്യയിൽ ബാങ്കുകൾ തുറന്നപ്പോൾ അനുഭവപ്പെട്ടത് വൻ തിരക്ക്. പലയിടങ്ങളിലും 500 രൂപ നോട്ടുകൾ വിതരണം ചെയ്തത് താൽക്കാലിക ആശ്വാസമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാതാവ് ഹീരാബെൻ മോദി അഹമ്മദാബാദിലെ ബാങ്കിലെത്തി നോട്ടുകൾ മാറി. അതേസമയം ആവശ്യത്തിന് പണമെത്താത്തത് എടിഎമ്മുകളുടെ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചു. സർക്കാർ തീരുമാനത്തോട് സമ്മിശ്രമായി പ്രതികരിക്കുമ്പോഴും നീണ്ട നിര പോലെ തന്നെ നീളുകയാണ് ജനങ്ങളുടെ ദുരിതവും. ക്യാമറമാൻ സുജി പട്ടാമ്പിക്കൊപ്പം രാജേഷ് കോയിക്കൽ, മാതൃഭൂമി ന്യൂസ്, ഡൽഹി. റിസർവ് ബാങ്ക് ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന മുംബൈ നഗരത്തിലെ ബാങ്കുകൾക്ക് മുന്നിലുള്ള കാഴ്ചയാണിത്. റിസർവ് ബാങ്കിന് മുന്നിലും കറൻസി മാറാനെത്തിയവരുടെ നീണ്ട നിര. വാണിജ്യ തലസ്ഥാനത്തെ ഈ സ്ഥിതി രാജ്യത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളുടെ നേർക്കാഴ്ച. വാണിജ്യ വ്യവസായ മേഖലയിലെ മാന്ദ്യം ഓഹരി വിപണിയിൽ പ്രതിഫലിക്കുമ്പോൾ വട്ടച്ചെലവിന് തൊട്ടുകിട്ടാൻ ജോലി ഉപേക്ഷിച്ച് ബാങ്കുകൾക്ക് മുന്നിൽ ക്യൂവിലാണ് ജനം. उसके बाद हम लोग भी परेशान है, बाल बच्चों को स्कूल छोड़ने का, 7 बजे को स्कूल जाके भाग के जोड़ के बाल बोल के ऐसा हम लोग भी परेशान है इसका बारे. അതേസമയം ആശ്വാസമായി ഡിസംബർ 30 വരെ എടിഎം പണമിടപാടുകൾക്ക് ചാർജ് ഈടാക്കരുതെന്ന് റിസർവ് ബാങ്ക് നിർദ്ദേശം നൽകി. സേവിങ്സ് അക്കൗണ്ടുള്ള ബാങ്കുകളുടെയും ഇതര ബാങ്കുകളുടെയും എടിഎമ്മിൽ നിന്ന് പണം സൗജന്യമായി പിൻവലിക്കാം. 50-ന്റെയും 20-ന്റെയും കൂടുതൽ നോട്ടുകൾ വിതരണത്തിനെത്തുന്നതോടെ നിലവിലെ പ്രതിസന്ധിക്ക് അയവ് വരുമെന്ന് എസ്ബിഐ ചെയർപേഴ്സൺ അരുന്ധതി ഭട്ടാചാര്യ പറഞ്ഞു. अभी फ्रंट एंड कैलिब्रेशन चालू हुआ है. आज पहली एटीएम से हम 2000 रुपया भी डिस्पेंस किए हैं, लेकिन ये जो मैनुअल रिकैलिब्रेशन है इसमें टाइम लगती है. നോട്ട് പിൻവലിച്ചതിനെ തുടർന്നുണ്ടായ ബുദ്ധിമുട്ട് ലഘൂകരിക്കാൻ നിരവധി നടപടികളാണ് RBI നടപ്പാക്കുന്നത്. എന്നാൽ റിസർവ് ബാങ്ക് ആസ്ഥാനത്തിന് വിളിപ്പാടകലെയുള്ള എടിഎമ്മുകളിലും ബാങ്ക് ബ്രാഞ്ചുകളിലും പോലും തിരക്ക് നിയന്ത്രണാതീതമായി തുടരുകയാണ്. മുംബൈയിലെ റിസർവ് ബാങ്ക് ആസ്ഥാനത്തിന് മുന്നിൽ നിന്ന് ക്യാമറമാൻ ജോഷി മാത്യുവിനൊപ്പം ജയപ്രകാശ്, മാതൃഭൂമി ന്യൂസ്. ബാങ്ക് ശാഖകളോട് ചേർന്നുള്ള എടിഎമ്മുകളിൽ ഇങ്ങനെ ക്യൂ നിന്നാൽ പണമെടുക്കാം. എന്നാൽ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും പണമില്ലാതെ അടഞ്ഞുകിടക്കുന്ന എടിഎമ്മുകളാണ് ബഹുഭൂരിപക്ഷവും. ആശുപത്രി നടയിലെ എടിഎമ്മുകളിൽ പലതിലും 3 ദിവസമായി പണമില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രദേശത്ത് പ്രവർത്തിക്കുന്നത് സ്റ്റേറ്റ് ബാങ്ക് എടിഎം മാത്രമാണ്. അവിടെയും രാവിലെ ബ്രാഞ്ച് തുറക്കും വരെ പണമില്ലാതിരുന്നത് RCC രോഗികളെ അടക്കം ബുദ്ധിമുട്ടിച്ചു. ഗുളിക എടുക്കാനുള്ള പൈസ എത്ര രൂപ എടുക്കാനാണ്? 1000 രൂപ. 5000 രൂപ ബാങ്കിലുണ്ട്, എടുക്കാൻ പറ്റുന്നില്ല. അടുത്ത ബെറ്റിൽ കിടന്ന പാർട്ടി പൈസ വാങ്ങിച്ച് ചെലവിനും മരുന്ന് വാങ്ങിക്കാനും. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഇടപാടുകൾക്ക് സ്റ്റേറ്റ് ബാങ്ക് കഴിഞ്ഞ ദിവസം ഓൺലൈൻ സംവിധാനം ഒരുക്കിയത് കുറച്ചൊന്ന് ആശ്വാസമായിട്ടുണ്ട്. അതേസമയം ഏത് എടിഎമ്മിൽ നിന്നും പണം പിൻവലിക്കാൻ കഴിയുമെന്നതിനാൽ 100-ന്റെയും 50-ന്റെയും കുറവ് ഇവരെയും അലട്ടുന്നു. പുതിയ നോട്ടിനായി ജീവനക്കാർ RBIയിലേക്ക് നിരന്തരം പോകേണ്ടി വരുന്നു. എടിഎം പ്രവർത്തിക്കാത്ത വേറെ ഒന്നുമില്ല, ലോഡ് ചെയ്യാൻ ക്യാഷില്ല, 100 മാത്രമേ ഉള്ളൂ. 100 നമ്മൾ ഇത്രയും സ്ഥലത്ത് നിന്ന് കിട്ടാൻ സാധ്യതയില്ല. ഞങ്ങളിപ്പോൾ പോവുകയാണ് വാങ്ങിക്കാൻ. അതേസമയം ഒരു ദിവസം എടിഎമ്മിൽ നിന്ന് 2000 രൂപ പിൻവലിക്കാമെന്ന ഇളവിന്റെ ആനുകൂല്യം പൊതുജനങ്ങൾക്ക് ലഭിച്ചു തുടങ്ങി. നോട്ട് ക്ഷാമം കാരണം എടിഎമ്മുകൾ നിറയ്ക്കാനാകാത്ത ബാങ്കുകാരുടെ അവസ്ഥ സാധാരണക്കാരന്റെ ജീവിതം കൂടുതൽ ദുസ്സഹമാക്കുകയാണ്. മെഡിക്കൽ കോളേജ് നടയിലെ എടിഎമ്മിൽ നിന്നും ക്യാമറമാൻ കിരൺ KP-ക്കൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്.